إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിലെ വീട്ടിനകത്തുള്ള ബന്ധങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായി കാണേണ്ട ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലേക്ക് മകളായി കൊണ്ടുവരുന്ന നമ്മുടെ മരുമകളും അതുപോലെ ആ വീട്ടിലുള്ള മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഓരോ മരുമക്കളും സ്വന്തം വീട്ടിൽ നിങ്ങൾ വന്നതിന് ശേഷം, അവർ എത്തിയതിനു ശേഷം ആ വീട് സന്തോഷത്തിന്റെ വർധനമാണ് ഉണ്ടാകേണ്ടത് എന്നും സ്വന്തം ഭർത്താവിന്റെ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന്റെ, ഹിജറ പോകുന്നതിന്റെ, സ്വർഗം ലഭിക്കുന്നതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നും പോരായ്മകളുണ്ട് എങ്കിലും നമ്മൾ കുടുംബം തെറ്റാതെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് അള്ളാഹു സ്വർഗം നൽകും എന്ന കാര്യവുമാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ കൂടെ ചേർത്തി പറയേണ്ട ഒരു കാര്യമാണ്, വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ വീട്ടിലേക്ക് ഓരോ പെൺകുട്ടികളും വരാറുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ ഓരോ കുടുംബത്തിലെ ബാപ്പയും ഉമ്മയുമാരും, മഹാഭൂരിപക്ഷം ഈ പള്ളിയിലുള്ള ആളുകൾ, നമ്മുടെ ഒരു കുട്ടിക്ക്, ഒരാൺകുട്ടിക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ എത്രമാത്രം കൗതുകത്തോടെയും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയുമാണ് നമ്മൾ ഓരോ വീടുകളിലും കയറി ചെന്ന് നമ്മൾക്ക് ലഭിച്ച വിവരങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരെയും അന്വേഷിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. എങ്കിൽ അതിന്റെ എത്രയോ പതിന്മടങ്ങാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകന്റെ കൈപിടിച്ച് ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. വലിയ പ്രതീക്ഷയിൽ, ആശങ്കയിൽ, അല്പമൊക്കെ ഭയത്തിൽ. കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് ജനിച്ച നാട്, വീട്, ബാപ്പ, അമ്മ, ആങ്ങളമാര് എല്ലാം താൽക്കാലികമായിട്ടെങ്കിലും ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ കൂടെ, നമ്മുടെ മകന്റെ കൂടെ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വരുന്നത്. അവളോട്, ആ മകളോട് നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളും ആദരവുമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് തലമുറകളോളമുള്ള കുടുംബ സംവിധാനത്തിന്റെ തകർച്ചയാണ്. പുതിയ തലമുറയിലെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭർത്താവിന്റെ മാതാപിതാക്കളുടെ കൂടെ ഞങ്ങൾ ജീവിക്കണം എന്ന് നിർബന്ധമാണോ? ആ ചോദ്യത്തിന്റെ ഒരു വശം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണത് കൂടുതലായി ചോദിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഭർത്താവിന്റെ ജേഷ്ഠന്റെ കൂടെ ജീവിക്കണോ എന്ന് ചോദിക്കണില്ല. ഭർത്താവും അവരുടെ കൂട്ടുകാരും താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണില്ല. പക്ഷെ ഭർത്താവിന്റെ മാതാപിതാക്കൾ, ഞാനും നിങ്ങളുമാണ്, നമ്മുടെ കൂടെ ജീവിക്കണമോ എന്ന് ചോദിക്കുന്നതിൽ നിന്ന് അവർക്ക് ഇതുവരെ ലഭിച്ച അനുഭവങ്ങളും അവരുടെ കൂട്ടുകാരും കുടുംബക്കാരിൽ നിന്നും അവർ കേട്ടിട്ടുള്ളതുമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ വളരെ മനോഹരമായി സ്വന്തം മരുമക്കളെ മക്കളെ പോലെ, ഒരു വേള മക്കളെക്കാൾ അധികം സ്നേഹിക്കുന്ന മാതാപിതാക്കളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അനുഭവമായിട്ട് പറഞ്ഞത്, അദ്ദേഹം ഒരു ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ആ ആശുപത്രിയിൽ മരണാസന്നനായി കിടക്കുന്ന ഉമ്മ തന്റെ കൂടെയുള്ള ആളുകളോട്
എന്റെ മരുമകൾ എവിടെ എന്ന് വിളിച്ച് അവളുടെ കൈ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ വാചകം അദ്ദേഹം പറഞ്ഞത്, മോളെ ഇമ്മാന്റെ മരുവളല്ല, ഇമ്മാന്റെ കുട്ടിയാണ്. ബാക്കി എല്ലാവരും എന്നെ കുറച്ചു കാലം നോക്കിയിട്ടുള്ളൂ, പക്ഷെ എന്റെ കുട്ടി വന്നത് മുതൽ ഇത്രയും കാലം മോളാണ് എന്നെ നോക്കി. എന്റെ ഉമ്മാന്റെ നെഞ്ചത്തുണ്ട്. ഞാൻ അവസാനമായിട്ട് പ്രാർത്ഥിക്കാൻ, എന്റെ കുട്ടിനെ അല്ലാഹ് എവിടെ കൊടുക്കൂല. എന്റെ കുട്ടിയാണ്, എന്റെ മരുവളല്ല. ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കളും മരുമക്കളും ഉണ്ട്. പക്ഷെ ഇതിന് വിഘാതമായി നിൽക്കുന്ന ഒരുപാട് കുടുംബമുണ്ട് എന്നൊരു സത്യമാണ്. രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കാനും പുനരാലോചിക്കാനും വേണ്ടി തീരുമാനിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങളിൽ മരുമക്കൾ കണ്ണുനീര് കുടിക്കുന്നുണ്ട്, സത്യമാണ്. അവർ വീട്ടിൽ, സ്വന്തം വീടുകളിൽ അവർ തടങ്കലിൽ അകപ്പെട്ട പോലെ ജീവിക്കുന്നുണ്ട്. ഒരാളോടും പറയാൻ വയ്യ, ആരോടും കണ്ണുനീർ പൊഴിക്കാൻ വയ്യ, പടച്ചോനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹമല്ല. എന്തേ കാരണം? ഒന്ന് രണ്ട് കാരണമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്തെന്ന് ചോദിച്ചാൽ അനീതി ഉണ്ടാകുന്നു എന്നതാണ്. എന്താണ് അനീതി? നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും നിങ്ങളും വാപ്പാരും ഇവിടെ ഇരിക്കുന്ന ഓരോ ഖുതുബ കേൾക്കുന്ന ഉമ്മാര് ഒരു വീട്ടിലെ അമ്മായിമ്മമാരുമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് അനീതി ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആന്റെ വാക്ക്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളണം, ദീനിന് വേണ്ടി നിലകൊള്ളണം. എന്താണ് അതിന്റെ അടയാളമായി എന്ന് പറഞ്ഞത്? ശുഹദാഅ ബിൽ ഖിസ്തി, നിങ്ങൾ നിലപാടെടുക്കുമ്പോൾ നീതിയോട് കൂടിയാകണം. എന്താണ് ആ നീതി എന്ന് അറിയാമോളെ? എന്റെ വീട്ടിൽ ഒരു മരുമക്കളുണ്ട്. അതുപോലെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വിവാഹം കഴിച്ചു പറഞ്ഞയച്ച മറ്റൊരു വീട്ടിലെ മരുമകൾ എന്റെ മകളാണ്. ഈ രണ്ട് വിഷയത്തിലും, എന്റെ മകളെ വിഷയത്തിലും എന്റെ മരുമകളെ വിഷയത്തിലും ഞാൻ എടുക്കുന്ന നിലപാടിൽ അനീതി ഉണ്ടാകുക എന്ന് പറയുന്നത് ദീനിനെതിരാണ്. അത് വീടുകളിൽ നടക്കുന്നുണ്ട്. നേർക്കുനേരെ പറയാൻ ഞാൻ സത്യസന്ധമായി ചോദിക്കണം, ഉമ്മാരെ വാപ്പാരെ, നമ്മളെ മകളെ കെട്ടിച്ചയക്കുമ്പോ നമ്മൾ പലപ്പോഴും കരാറ് പറയാനെന്താണ്? അവൾ ഡിഗ്രി ഫസ്റ്റാണ് അല്ലെങ്കിൽ ഡിഗ്രി സെക്കൻഡാണ്. അവളെ നമ്മൾ പഠിപ്പിച്ചത് ബാക്കി ഫുള്ളാക്കാനാണ്. അതുകൊണ്ട് കല്യാണത്തിന്റെ സമയത്ത് വ്യവസ്ഥ എഴുതാൻ വേണ്ടി പറയും. ഭർത്താക്കന്മാര് മറന്ന സ്ത്രീകള് ഫോൺ വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കും, നിങ്ങൾ പഠിപ്പിച്ച കാര്യം പറഞ്ഞോ. നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠനം എന്നുള്ളത് തുടരുവാനും അതിന്റെ മുകളിൽ പഠിക്കുവാനും, എന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ടാണ് അവൾ പഠിക്കുന്നത്, അതുകൊണ്ട് ജോലിക്ക് പോകണം എന്ന കരാറ് പ്രകാരം കല്യാണം നടത്തും. അൽഹംദുലില്ലാഹ്, ഒരു വീട് സമ്മതിക്കേണ്ടി കുഴപ്പമില്ല. എന്നാൽ അവനവന്റെ വീട്ടിലേക്ക് ഒരു മരുമകൾ വന്നാല് ആ മരുമകളെ സ്വീകരിക്കുന്നവർക്ക് കരാറൊക്കെ എന്താ അറിയോ? പഠിപ്പ് ഇപ്പൊ പഠിച്ചതിന്റെ ഫുള്ളാക്കാന്നല്ലാതെ വേപ്പട്ടിക്ക് പഠിക്കാൻ പാടില്ല, ജോലി എടുക്കാണ്ട് ഈ വീട്ടിൽ നിന്ന് ആരും നയിക്കാനും വേണ്ടിയില്ല, ഇപ്പൊ ഈ വീട്ടിലുള്ള വരുമാനം കൊണ്ട് ജീവിക്കാം. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? നമ്മൾ പള്ളിയിലാണ് വന്നിരിക്കുന്നത്. എന്റെ മകൾ പഠിക്കണം, എന്റെ മകൾ പഠനം മുന്നോട്ട് പോകണം, എന്റെ മകൾ ജോലിക്ക് പോകണം, ആ വരുമാനം ആ വീടിന് സഹായകമാകും. എന്റെ വീട്ടിലേക്ക് വരുന്ന മരുമകൾ അവൾ പഠനം പൂർത്തിയാക്കാൻ പാടില്ല, അവൾ തുടർന്ന് പഠിക്കാൻ പാടില്ല, അവൾ ജോലിക്ക് പോകാൻ പാടില്ല, ആ പൈസ ഞങ്ങൾ തറവാട്ടിന് വേണ്ട. ഇതിന്റെ പേരാണ് ഇസ്ലാമിൽ ഗുൽബ്, അനീതി, അക്രമം എന്ന് പറയുന്നത്. അതിനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകന്റെ വാക്ക് നേർക്കുനേരാണ്. വമൻ ഇഖ്തതഅ ഹഖ്ഖ ഇംറഇൻ അൽ മുസ്ലിം, ഏതെങ്കിലും മനുഷ്യൻ മുസ്ലിമായ ഒരു വ്യക്തിയുടെ അവകാശത്തെ നിഷേധിച്ചാൽ, അവരോട് അനീതി കാണിച്ചാൽ, ഔജബല്ലാഹു ലഹു നാറ, അല്ലാഹു അവർക്ക് നരകം നിർബന്ധമാക്കും. നരകം നിർബന്ധമാണ്. വഹറമ അലൈഹി അൽ ജന്ന, സ്വർഗ്ഗം അവർക്ക് ഹറാമാക്കും. ഇതൊന്നുമലാണോ? അല്ല. എത്ര മധ്യസ്ഥ ശ്രമത്തിന് പോയിക്കണറിയോ? എന്താ പറയുക? മൗലവി, ഓൾക്ക് പഠനം മാത്രം, ഞങ്ങൾ തറവാട്ടിൽ പഠിക്കണമെന്നില്ല. മദ്യം പറയാൻ പോയി ആ കുട്ടി എഴുന്നേറ്റ് ലളിതമായി വിനയത്തോടു കൂടി പറഞ്ഞ വാക്കെന്തറിയോ? മൗലവി, ഞാൻ പഠിക്കണില്ല. ശരി, ഉമ്മാക്ക് പഠിക്കുക, പെൺകുട്ടിയാൾ മോൾക്ക് പഠിക്കുക, അത് വേണ്ടാന്നാണല്ലോ. മൗലവി, ഈ വീട്ടിൽ ഉമ്മാന്റെ ചെറിയ പെൺകുട്ടി ഇപ്പൊ ഈ വീട്ടിലാണ്, കല്യാണം കഴിഞ്ഞ ഈ വീട്ടിലാണ്. അവിടെ എന്തിനാ വന്നതെന്ന് വെച്ച് നോക്കി. എന്തിനാ വന്നത്? സമയം PSC ടെസ്റ്റിന് പഠിക്കാൻ വേണ്ടി അവനാന്റെ വീട്ടിലേക്ക് വരും മകൾ. മരോളെ ജോലിക്ക് പറഞ്ഞേക്കൂലെ. ഇത് അനീതിയാണ്. ഇത് വീട്ടിൽ അനുഭവിക്കലുണ്ട്. ഒരു വിഷയത്തിലല്ല, എത്രയോ വിഷയങ്ങളിൽ ഉമ്മമാരെ ശരിക്കും ഉമ്മാരെ, നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചു, നിങ്ങളുടെ മരുമകൻ വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ, വാപ്പാരും ഉമ്മാരും അറിയാനട്ടോ, വാപ്പ അമ്മ
കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. ശരി, എനിക്ക് ദുബായിലേക്ക് അവിടെയും കൊണ്ടുപോകാൻ വിസയുണ്ട്, അവിടെ റൂമുണ്ട്, അത്യാവശ്യം സാലറി ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ. ഞാൻ അവളെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി എന്താ അമ്മ വാപ്പകളുടെ അഭിപ്രായം? വാപ്പാരന്മാരെ എന്താ നമ്മുടെ അഭിപ്രായം? നമ്മളെ മകളെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ മരുമകൻ 1 മാസം കൊണ്ട് തന്നെ ദുബായിലേക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകണോടുത്ത് എന്താ നമ്മുടെ അഭിപ്രായം? ഉമ്മമാര് സന്തോഷിക്കും. നമ്മൾ പറയും നല്ല മരുമകനാട്ടോ. ഉമ്മാര് പറയും പടച്ചോനെ ഞാൻ തേടി കിട്ടിയ മരുമകനാണ്, അവന്റെ മരുമകനല്ല അവന്റെ മകനാണ്. എന്നിട്ട് അയലോക്കത്ത് കൂടെ മുടവ് വന്നിട്ട് പറയും സന്തോഷത്തോടെ ഓൻകെ ഓടില്ല നിൽക്കാൻ വയ്യ, പടച്ചോനെ ഞാൻ തേടി തേടി അവസാനം അങ്ങനത്തെ ഒരു കുട്ടിയെ തന്നെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. കൊണ്ടുപോകാനുള്ള എല്ലാ ചിപ്സുകളും എല്ലാ ബേക്കറി നമ്മൾ പൊതിയും. ഓനെന്നും വിളിക്കും, മോനെ പോടീന്റെ മുന്നിൽ നിന്ന് വരണട്ടോ, തക്കാരം നടക്കണട്ടോ, പോകുമ്പോഴ സാധനം നോക്കാൻ അറിയില്ലട്ടോ, ഈ പറഞ്ഞു കൊടുക്കണട്ടോ. സന്തോഷം. 1 മാസത്തിനുള്ളിൽ സ്വന്തം മകളെ ഗൾഫിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ മകൻ ആ മരുമകൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ്. എങ്കിലും ഉമ്മാരെ വാപ്പാരെ അവനാന്റെ കുട്ടി വിവാഹം കഴിച്ചു. ആൺകുട്ടി 3 മാസം കഴിഞ്ഞ് നമ്മളൊന്ന് ചോദിക്കാൻ, ഉമ്മ ഖത്തർക്ക് എനിക്ക് കമ്പനി ഫാമിലി വിസ തന്നിട്ട് ഞാൻ ഓളെ കൊണ്ടുപോകട്ടെ, എന്താ വാപ്പാരന്മാരെ വീട്ടിലുണ്ടാകുക? അഭിപ്രായം എടുക്കട്ടെ, വീട്ടിലെന്താ ഉണ്ടാകുക? ഉമ്മാരികൾ നിൽക്കും. എന്താ നിങ്ങൾ എന്റെ അവസ്ഥ? നാട്ടുകാരൻ തന്നെ പറയാ 3 മാസത്തിനുള്ളിൽ കൊണ്ടുപോകാൻ എന്താ പെണ്ണുമ്മേ ചോദിക്കാണേ, എന്താ പെണ്ണുമ്മേ? എന്തേ കാരണം? ഇതിന്റെ മുന്നോട് എത്രമാനം ആൾക്കാർ കെട്ടിക്കണ്. 2 മാസം കൊണ്ട് കോളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഇതിന്റെ പേരാണ് ഹസദ്, ഇതിന്റെ പേരാണ് അസൂയ, അതിന്റെ പേരാണ് തോന്നുന്നത്. ഇത് സീരിയലിന് പറ്റും, ഇത് സീരിയലിന് പറ്റും. ഇതിന് നാട്ടുകൂട്ടുണ്ടാവും, വർത്താനം പറയാൻ പറ്റും. അള്ളാന്റെ ദീനും പറ്റൂല. മരിച്ചതിന് ശേഷം അന്ന് നിർത്തുങ്ങനെ. എന്താ റസൂലുള്ളാഹിന്റെ ഹദീസ് അറിയോ? കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിക്കണമെങ്കിൽ അത് തീരുമാനാക്കിയിട്ട് അള്ള പരലോകത്ത് മണ്ണാക്കൊള്ളൂ. ജന്തുജാലങ്ങളെ അള്ള ചോദിക്കൂലേ? ഫാത്തിമ, ആയിഷ, അബ്ദുറഹ്മാനെ അന്റെ കുട്ടിയെ 1 മാസം കൊണ്ട് ഗൾഫിൽ പോയി കൊണ്ടുപോയപ്പം മരുമകൻ നല്ല മരുമകനും നിന്റെ മകൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന മരുമകളെ 3 മാസം കൊണ്ട് കൊണ്ടുപോകുമ്പോൾ അവൻ ഈ നാട്ടിലെ മോശപ്പെട്ട മകനും പെണ്ണുമയമായി പറയാനുള്ള നിന്റെ കാരണം എന്താ? എന്റെ കാരണം അറിയോ? തീരുള്ളിൽ കയറിയിട്ടില്ല. തീരുള്ളിൽ കയറിയില്ല. തീരെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നോക്കുക, ബാക്കിയുള്ള കാര്യത്തിന് പോവുക. ഇതിന്റെ അപ്പുറം തീരെന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടെ നീതിയാകണം എന്റെ തീരുമാനം. എന്റെ ജീവിതത്തിൽ ഏത് കാര്യം നീതിയാകണം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് വത്തഖൂ അദ്ദുലും, നമ്മൾ നടത്തുന്ന തീരുമാനങ്ങളിൽ അനീതി ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. ഫഇന്ന ദുൽമ ദുൽമാത്തുൻ യൗമൽ ഖിയാമ. ഇവിടെ നടത്തുന്ന ഒരു അനീതി ഉണ്ടല്ലോ, പരലോകത്ത് ഒരുപാട് അനീതികൾ, ഒരുപാട് ഇരുട്ടുകളായി നമ്മൾ വിഴുങ്ങും. പരലോകത്തുള്ള കാത്തുക്കും. ഇതൊന്നല്ല, ഓരോ പെൺകുട്ടികളെ നിങ്ങൾ നേരത്തെ നിർത്തി അവർക്ക് സങ്കടത്തിൽ പറയാണ്ടാവും അനീതിയുടെ 1000 കഥകൾ, 1000 കഥകൾ, സത്യസന്ധമായ കഥകൾ. അവനാന്റെ പെൺകുട്ടി ഗർഭിണിയായി. ഞാൻ ഉമ്മമാരോട് പറയുന്നത്, ഉമ്മമാരാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുകൊണ്ടാണ്. ഉമ്മാരെ, നിങ്ങളുടെ മകൾ 1ാമത്തെ തവണ ഫസ്റ്റ് ഗർഭിണിയായി. നിങ്ങൾ എത്ര തവണ ഒരു ദിവസം വിളിക്കും? 7ാം മാസം മുതൽ എത്ര തവണ വിളിക്കും? വേണ്ട, വീട്ടിൽ കൊണ്ടുവന്നാക്കണേ എത്ര തവണ വിളിക്കും? മിനിമം 4-5 തവണ വിളിക്കും. മോളെ വെള്ളം കുടിക്കണില്ലേ? ഛർദി ഓവർ ഉണ്ടോ? ഗുളിക കുടിക്കണില്ലേ? സ്കാനിങ്ങിന് പോണില്ലേ? ഡോക്ടർ പറഞ്ഞ കേൾക്കണില്ലേ? കടക്കണില്ലേ? ഭക്ഷണം കഴിക്കണില്ലേ? ഒരു ദിവസം 4-5 തവണകൾ വിളിക്കും. ആ സമയത്ത് വാപ്പ കൊണ്ട് പറയും, ഭർത്താവ് കൊണ്ട് പറയും, ഇത്രയൊന്നും വിളിക്കേണ്ട, നിങ്ങൾ പൊയ്ക്കാണി അവിടുന്ന്. ഇന്റെ കുട്ടിയാണിത്. ഒറ്റ വേദന ഉണ്ടേ, കാലുമൊക്കെ നീരുണ്ടേ, വെരിക്കോസ് പുറത്തേക്ക് വരുന്നുണ്ടേ, ഇങ്ങനത്തെ അറിയില്ലല്ലോ. പാപ്പാട് പറയാണ് ഭാര്യമാര്, ശരിമാരെ നല്ലതാണ്, സ്നേഹന്റെ അൽഹംദുലില്ലാ വിളിച്ചോളി. എങ്കിൽ നിങ്ങളുടെ മരുമകൾ 1ാമത്തെ പ്രസവത്തിന് വീട്ടിൽ കിടക്കുമ്പോ അവിടുത്തെ അമ്മ 3 തവണ, നിങ്ങൾ 5 തവണ വിളിച്ചില്ലേ, 3 തവണ വിളിച്ചാൽ അഭിപ്രായം എന്താ? ഇപ്പണ്ടിന് വേറെ പരിപാടിയില്ല. രാവിലെ ഒന്ന് വൈകുന്നേരം വരെ ഫോണിന്റെ കൂട്ടം തന്നെയാണ്. 24 മണിക്കൂർ. ഇതെന്താ ഇവിടെ മുന്നേ ആരും പ്രസവിച്ചിട്ടില്ലേ? എന്താ പോലെ? ഇതിന്റെ പേരാണ് അനീതി. ഇതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞേ, നിസ്കാരം സഹോദരിമാരെ കൂടുതലാണ്, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഖുർആനോത്ത് കൂടുതലാണ്, ബാക്കി എല്ലാത്തിനേക്കാളും ഒരു സഹോദരിക്ക് ബാക്കിയുള്ളവരെക്കാൾ ഇബാദത്ത് കൂടുതലാണ്. പക്ഷെ ഈ സ്വഭാവ ദൂഷ്യം ഉണ്ടല്ലോ, ഈ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് നരകത്ത് പോണത്. ഇത് ഈമാന് കൊണ്ടേ മാറുള്ളൂ. ഇത് വട്ടത്ത് കൂടിയ മൂത്തമ്മിഞ്ഞ തന്നെ കാരണം, ഇത് വട്ടത്ത് കൂടിയ വെല്ലുമിഞ്ഞ തന്നെ കാരണം. ഇതൊന്നും മാറിയിട്ട് തീരുക്കണ് വരണം. അപ്പൊ ആലേക്കും പടച്ചോനെ, ഞാൻ എന്റെ മകൾക്ക് ഗർഭിണിയാകുമ്പോ എത്ര തവണ വിളിക്കുന്നുണ്ട്, അതേ ബേജാറും അതേ വെപ്രാളവും അതേ ഇഷ്ടവും
ഇന്റെ മരോള വിഷയത്തിൽ ഓളമ്മാക്ക് ഉണ്ടാകുമല്ലോ, അത് അനുവദിക്കുമ്പോഴാണല്ലോ ഞാൻ മുസ്ലിം ആകുക. ആ മുസ്ലിം ആകുമ്പോഴല്ലേ എന്റെ നിസ്കാരം സ്വീകരിക്കാം. ഇതിന് സൗകര്യങ്ങളിൽ വരെ നിങ്ങൾ ഇങ്ങനെ വിടുന്നാണ്ട് ഓരോ അമ്മമാര്, നമ്മുടെ ഭാര്യമാരും മരുമക്കളുടെ ഉമ്മമാരെങ്ങനെ നിരത്തുക. ഞാൻ എല്ലാവരും അല്ല പറഞ്ഞത്, എല്ലാവരും അല്ല. അവനാന്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ആണോ തിരുമ്പാങ്കല്ലാണോ നല്ല ചോദിച്ചോണ്ടി. മകക്കാണ് ഈ വാഷിംഗ് മെഷീനാ നല്ലത്, മരക്കാണ് ഈ തിരുമ്പാങ്കല്ല നല്ല. കാരണം വെള്ളം സർഫിൽ മുക്കി തിരുമ്പാങ്കല്ലുമ്പോ കുത്തിയാലേ വെളുക്കുള്ളൂ. മകൾക്കാണെങ്കിൽ ഓപ്പൺ വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുക്കണം. എന്തേ കാരണം മകൾക്ക് അടങ്ങാറാകാൻ പറ്റില്ല. മരോളോ അങ്ങനെ പണിയെടുക്കണം. ഞാൻ ആ പണിയെടുക്കുന്നതല്ല, ന്യായം പറയുകയാണെങ്കിൽ രണ്ട് കൂട്ടരും മരുമക്കളാണ്, രണ്ട് കൂട്ടരും മക്കളുമാണ്. അവിടെ അനീതി വന്നാൽ ഏതടുപ്പാ നല്ലതുമാരെ? ഗ്യാസ് അടുപ്പ്. ആർക്ക്? മകൾക്ക്. മരോക്ക വിറക് വെട്ടി കീറി അത് കത്തിച്ച് വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബീഫേ വാപ്പാക്ക് പറ്റുള്ളൂ. അവിടെ പറഞ്ഞാൽ എന്താ പറയാ? ഗ്യാസ് അടുപ്പ് മതി, കരണ്ട് അടുപ്പ് മതി. എന്തേ? അവനാന്റെ കുട്ടി സുഖിക്കണം, അവർക്ക് സൗകര്യം ഉണ്ടാകണം, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം, അവർക്ക് സമാധാനം ഉണ്ടാകണം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുമ്പ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. ഇവിടെ പടച്ചോൻ അടുപ്പിക്കൂല, സ്വർഗത്തേക്ക് പടച്ചോൻ അടുപ്പിക്കൂല. ഇതൊരു സാധാരണ വാക്കല്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. പടച്ചോൻ നമ്മോട് കൽപ്പിച്ചത് നീതിയോടും നന്മയോടും കൂടി പെരുമാറാനാണ്. അവിടെ പോയാൽ പടച്ചോന് ധിക്കരിച്ചിന്റെ വിട്ടാണ്ടാകുക. പെരുന്നാൾ ദിവസം ഞാൻ എല്ലായിടത്തും ഇതുണ്ട് എന്നല്ല പറഞ്ഞത്. ഓരോ വീട്ടിലെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവും, അതിനനുസരിച്ച് പടലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പെരുന്നാൾ ദിവസം നമ്മള് വീട്ടിലെ മരോട് ചോദിക്കാണ്, ഉമ്മ ഞാനൊന്ന് വൈകുന്നേരം ആകുമ്പോ പോകട്ടെ. എന്താമാരെ വീട്ടിൽ ഉണ്ടാകുക, വാപ്പാൻ എന്താ വീട്ടിലുണ്ടാകുക? എനിക്കറിയില്ലേ, എല്ലാവരും പെരുന്നാക്കിയിട്ട് വരുന്ന ദിവസമല്ലേ ഞാനെല്ലാം പോണമെന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെ അടുക്കൽ നിലപാടുണ്ടല്ലോ, ആ നിലപാട് ഒരാളുടെ കൺവിൻസ് എങ്ങനെ ചെയ്യിപ്പിക്കണ്ടേ? മോളെ ഞാൻ ഇവിടെ നിൽക്കാൻ പറയുന്നത് ഇന്നതുകൊണ്ടാണ്, അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ പോയിക്കോ, അതെങ്കിലും പറയണ്ടേ? എന്താ നമ്മുടെ നിലപാട്? എല്ലാരും വരുമ്പോ ഇയാള് പോകുക എന്നിട്ട് ഓരോ 2-3 ദിവസം അവിടെ നിർത്തുക. ശരി, ആയിക്കോട്ടെ, ശരി. അന്ന് വൈകുന്നേരം അവരാന്റെ മകൾ വരാൻ വേണ്ടി വിളിച്ചിട്ട് അവിടുന്ന് കാറിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കില്ലെങ്കിൽ ഇവിടെ മൂത്ത മകനെ കൊണ്ട് കാർ എടുപ്പിച്ചിട്ട് അങ്ങോട്ട് പോകുമല്ലോ. എന്റെ ആ വീട്ടിൽ നിന്ന് സ്വന്തം മകളെ കൊണ്ടുവരാൻ ഒരു ഉമ്മ ഒരു വാപ്പ കാണിക്കുന്ന താല്പര്യം എന്തുകൊണ്ടാണ്? വാപ്പാരന്മാരെ ഈ വീട്ടിലുള്ള സ്വന്തം മരുമകളെ അവളെ വീട്ടിലേക്ക് പെരുന്നാക്ക് അവളെ വാപ്പാനിമാരി ആങ്ങളമാരി കാണാൻ എന്തേ നമ്മൾ പറഞ്ഞേക്കാത്ത? ഇനി ഇങ്ങോട്ട് മകള് വന്നിട്ട് മാട് വരാൻ പിറ്റീസം ഉമ്മ ഞാൻ പോട്ടെ. എന്തേ? അവിടെ അമ്മാക്കും ബാപ്പാക്കും വയസ്സായില്ലേ, ഒരു ദിവസമൊക്കെ മതി. എന്താ പറയോ? ഉമ്മ വിളിച്ചിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ എന്താ പറയോ? അപ്പണ്ണിന് വാശിയാണ്. എന്റെ കുട്ടീനെ അവിടെ നിർത്തിക്കൂടാന്ന് വാശിയാണ്. ഉമ്മാരെ നിങ്ങളെ മക്കളെ 3 ദിവസം അവിടെ നിർത്തുന്നത്, നിങ്ങളെ മരുക്കളെ 3 ദിവസം നിർത്തുന്നത്. അതിന്റെ പേരെന്താ? വാശിയല്ലേ? അതിന്റെ പേര് അസൂയല്ലേ? അതിന്റെ പേര് അനീതിയല്ലേ? ഇതെങ്ങനെ പരലോകത്ത് വരിക? വീട്ടിൽ മാറ്റേണ്ടാണ്. അവർ മിമ്പർമെന്ന് നമ്മൾ കേൾക്കുന്ന ദീൻ വീട്ടിൽ ചർച്ച ചെയ്ത് നമുക്ക് നിരയം കിട്ടുന്ന സാധനം ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മൂത്തമ്മയുടെ ചർച്ച ചെയ്താൽ നടക്കൂല. കാരണം മൂത്തമ്മ ഇതിനേക്കാൾ അപ്രകാരം, ഏട്ടത്തിൽ ഇതിനേക്കാൾ അപ്രകാരം. കാരണം അത് സീരിയൽ കമ്പനി ഉണ്ടാവും, റീൽസ് കമ്പനി ഉണ്ടാവും. നാട്ടിലത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ദീനല്ലാത്തൊക്കെ ചർച്ച ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറയേണ്ടത് എന്തറിയോ? ഇതിങ്ങനെ തന്നെയാ വേണ്ടത്. പടച്ചോൻ ചോദിക്കും, നേർക്ക് നേരെ ചോദിക്കും. ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് സഹോദരിമാരെ ഉമ്മമാരെ പറഞ്ഞറിയോ? വാപ്പാരിലൊരു 30% ആൾക്കാരും ഇതിനോട് പലപ്പോഴും യോജിപ്പുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വീട് നിയന്ത്രിക്കാൻ ഇവിടെ ഈ ഒരു വിഷയം ഇവിടെ മാത്രം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മരുമക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുക എന്നത് പോലും നമ്മുടെ വീടുകളിൽ നടക്കണമെന്നുള്ളത്, നമ്മുടെ തൗഹീദി കുടുംബങ്ങളിൽ നടക്കണമെന്നുള്ളത് എത്ര സങ്കടമുള്ള കാര്യമാണ്. വന്ന മരുമക്കൾ എന്താറിയോ? മക്കളിങ്ങനെ മരുക്കൾ നോക്കും. പൈസ, ജോലി, വെളുപ്പ്, പണ്ടം, ആഭരണം, ഇതിനനുസരിച്ചിട്ട് അവരാന്റെ മരുമക്കളിൽ വ്യത്യാസം. ആര് നടന്നവള്? ആര് നെഞ്ചത്ത് കൈകെട്ടി നിസ്കരിക്കണ ബാപ്പിയമ്മയും പൈസന്റെ പേരിൽ മരുക്കള്. നമുക്ക് 2 ആൺകുട്ടികള്. ഒരാള് പോയിട്ട് നല്ല ദീനൊന്നും കാണുന്നില്ല. ഒക്കെ നല്ല വെളുത്ത സൗന്ദര്യമുള്ള ഭയങ്കര പൈസയുള്ള പരിന്ന് ഒരുപാട് പണ്ടാണ് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു.
ഉമ്മാരും പാപ്പാരും കേൾക്കാൻ കേട്ടോ. നമ്മുടെ നിലപാട് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ കുട്ടി നല്ല സ്വഭാവമുള്ള, നല്ല പെരുമാറ്റമുള്ള, ആദ്യത്തെ അത്ര പെൺകുട്ടിന്റെ അത്ര പൈസ ഇല്ലാത്ത ഒരു സാധു നല്ല കുട്ടിനെ വീട്ടിൽ കൊണ്ടുവന്നു. ഈ രണ്ട് മരുമക്കളോടും ഒരേ വിഷയത്തിൽ ആ വീട്ടുകാരുടെ നിലപാടൊന്ന്, ഇസ്ലാമാണെങ്കിൽ ഒന്നാണ്. 2000 റുപ്യന്റെ പാത്രങ്ങൾ നിറച്ച പെട്ടിങ്ങനെ മൂത്ത മരോട്, പണ്ടുള്ള മരോട്, ആഭരണ മരോട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ 2000 റുപ്യന്റെ പാത്രക്കെട്ട് കാറ്റിലിട്ടു വീണു. ആ വീട്ടിൽ എന്താ ഉണ്ടാവുക? ആ വീട്ടിലൊരു ശബ്ദം ഉണ്ടാവില്ല. ഉമ്മ അങ്ങനെ വരും. ഉമ്മാന്റെ കുട്ടിന്റെ കയ്യിൽ നിന്ന് പാത്രം വീണോ? ഏത് മരോടെ വിഷയത്തിൽ കേട്ടോ വീണോ? എന്നിട്ട് ഇങ്ങനെ പൊറുക്കണ കൂട്ടത്തിൽ ഇമ്മിയും കൂടി പൊറുക്കും. കാരണം എന്താ അറിയോ? 140 പവൻ നിന്ന് തടങ്ങാണ്. മുണ്ടൂല, ലോക്കറിൽ ബാക്കിയുണ്ട്, മുണ്ടൂല. ഉമ്മിയും കൂടി കൂടും. എന്നിട്ട് പറയും ആന്ന് സാരല്ല, ഇവിടെ എത്രങ്ങാനും പാത്രം ഉണ്ട്, അതിലിപ്പോ 2.5 പൊട്ടിയത് സാരല്ല. രണ്ടാമത്തെ പെൺകുട്ടിന്റെ കയ്യിൽ നിന്ന് 40 റുപ്യയുടെ ഗ്ലാസ് വീണാ മതി. എന്താണോ ഒച്ച വെച്ചത് വരും. എന്നിട്ട് പെരങ്ങട്ട് ബദലാക്കും. ആ വീട്ടിൽ നിന്നിട്ട് കുറെ അടിക്കാൻ ഞാനും പൊട്ടിച്ചാനൊരു പെണ്ണും. അന്റെ പെരയുന്ന എന്റെ തറവാട്ടുന്ന ഒരു സാധനം കണ്ട് കൊണ്ടില്ല, ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ. അന്റെ ഒരു നയാ പൈസ ഈ പെരയില്ല. പൊട്ടിച്ചാനായിട്ട് ഒരു പെരയുന്ന ഒരു പെണ്ണിനെ കണ്ട് ആവശ്യമല്ല. 40 2000 വലുത്. 2000 റുപ്യന്റെ പൊട്ടിക്കാത്തപ്പം 40 റുപ്യന്റെ ഗ്ലാസ് മരിശം വരാനുള്ള കാരണം എന്താ അറിയോ? പൈസനോടുള്ള ഇഷ്ടം, വെളുപ്പിനോടുള്ള ഇഷ്ടം, പണ്ടത്തോടുള്ള ഇഷ്ടം, മനസ്സിനോട് ദീനോടുള്ള ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഖുർആൻ എങ്ങനെ പറഞ്ഞത്? ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. എന്തറിയോ? തഈസ, നശിച്ചു അവൻ. പൈസന്റെ കാര്യം നോക്കിയിട്ട് മനുഷ്യന്മാർക്കിടയിൽ വേർതിരിവുണ്ടാക്കി അതിനായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് പടച്ചോലി ദുനിയാവിനെ നാശം വെച്ചിട്ട് അവരെയൊക്കെ തന്നെ പണിയിട്ടു. അവരെ കൊണ്ട് തന്നെ പടച്ചു തമ്പുരാൻ തിരിച്ച് ഇതുപോലെ പറയിപ്പിക്കും. തൽക്കാലത്തിലൊക്കെ നമ്മുടെ കണ്ണുനീര് നമുക്ക് ശരിക്കും കരച്ചിൽ വരും. പൈസ ഉള്ള മരോളെ വീട്ടിൽ സൽക്കാരം, കല്യാണം, നോമ്പുതുറ, ഒരാഴ്ച പിന്നെ ഫോണ്, വിളി, വണ്ടി ഏൽപ്പിക്കല്. കാരണം എന്താ അറിയോ? അവിടെ കുറെ മുതലാളിമാരുണ്ടാവും, ഉസ്താദുമാരുണ്ടാവും, മന്ത്രിമാരുണ്ടാവും. അവിടെ പോയി ആളാകാം. പിള്ളവരെയാണ് വണ്ടി. സാധാ വണ്ടി ഒന്നും പോരാ, അത്യാവശ്യം നല്ല വണ്ടി ആയിക്കോട്ടെ. എന്നിട്ട് ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോവുക. രണ്ടാമത്തോട് ഉമ്മ എന്റെ പേരിൽ തക്കാരുണ്ട്, നോക്കട്ടെ, ഒഴിവുണ്ടോക്കട്ടെ. നോമ്പ് പറ ഉണ്ടാവില്ല, അന്നൊന്നും ഉണ്ടാവില്ല. എന്താ അറിയോ? നോമ്പോക്കാത്തോണ്ടല്ല, തക്കാരത്തിൽ വരാത്തോണ്ടല്ല, വിശക്കാത്തോണ്ടല്ല. പിന്നെ അതെന്ത് ലോക്കൽ വരയ്ക്ക് അങ്ങനെ ഉള്ളൂ. ഈ മനസ്സും വെച്ചാ നമ്മൾ പറയുന്നത് എന്ത്? ഈ മനസ്സും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മുസ്ലിം മറ്റുള്ളവർ കറുത്തവർ വെളുത്തവരുടെ ഒരു വ്യത്യാസമില്ല, അറബിയും അനറബിയും നമ്മുടെ വ്യത്യാസമില്ല, ഇസ്ലാമിലില്ല എന്ന് അങ്ങാടി പ്രസംഗിക്കുമ്പോൾ നമ്മളെ പേരിലെ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരോടും, തൊലിവെളുപ്പുള്ള മരുമകളും തൊലിവെളുപ്പ് കുറഞ്ഞ മരുമകളും, യത്തീമായ കുട്ടിയും പാപ്പിന്റെ കുട്ടിയും, വലിയ വീടും പറമ്പുള്ള ഒരു കുട്ടിയും, സാധാരണ വീടും ചെറിയ പറമ്പുള്ള ഒരു കുട്ടിക്കും നമ്മുടെ ബാപ്പായിൽ നിന്നും ഉമ്മയിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളിൽ നിന്നും ദുരനുഭവങ്ങൾ ആണ് ലഭിക്കണമെങ്കിൽ പിന്നെ നമ്മൾ മുസ്ലിമാന്ന് പറയുന്ന അർത്ഥം എന്താ? പേര് വിളിക്കുന്നിടത്ത് വരെ. ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് സ്വന്തം വീടിന് മുന്നിൽ ബാക്കിയുള്ളവരെ നല്ല ജോലിയുള്ള പൈസയുള്ള മരുമകളെ ഉമ്മ വിളിക്കട്ടോ, മോളെ അൽഹംദുലില്ലാഹ് നല്ലതാണ്. എന്നാൽ ഉയരം കുറഞ്ഞ മെലിഞ്ഞ പാവപ്പെട്ട ഉമ്മയുടെ മരുമകളെ ഉമ്മ പേരെടുത്ത് റസീന, ജമീല, എന്റെ ആദ്യത്തോർക്ക് പേരില്ലേ, അങ്ങനെ പേര് വിളിച്ച എന്റെ കുട്ടിക്കെങ്ങാനും വിഷമം വന്നാൽ അത് പണ്ടത്തെ ബാധിക്കും, പൈസനെ ബാധിക്കും, തറവാടിനെ ബാധിക്കും, മോശപ്പേരാകും. മറ്റേ പിന്നെ മോശം വിചാരിക്കാൻ ആറില്ലല്ലോ, എത്തിയ കുട്ടിയല്ലേ, പാവല്ലേ. സഹോദരങ്ങളെ, നമ്മൾ കരുതുണ്ടോ ഈ നിസ്കാരം ഈ നോമ്പും കൊണ്ടിട്ട് നാളെ പരലോകത്ത് അല്ലാഹു സ്വീകരിക്കും? ഈ സ്വഭാവം വെച്ചിട്ട് പ്രവാചകന്റെ വാക്കെന്തറിയോ? പടച്ചോന്റെയൊക്കെ കുറ്റം കിട്ടാൻ ഒരു മനുഷ്യന് ഇത് മതി. മുസ്ലിം, മറ്റൊരു മുസ്ലിമായ സഹോദരനെ ആളുകൾക്കിടയിൽ വെച്ച് ആക്ഷേപിക്കുക, പരിഹസിക്കുക, ലോക്കലാന്ന് വിചാരിക്കുക, അവൻ ഇന്റെ അത്ര പോരാന്ന് വിചാരിക്കുക, അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് മതിയൊരാൾക്ക് നേരം കിട്ടാൻ ഇത് വീട്ടിൽ നടക്കണ്ടോ ആലോചിക്കുക. ഞാനിത് എല്ലാവരും ഉണ്ട് എന്നല്ല പറഞ്ഞത്. പക്ഷെ എന്തെന്നറിയോ,
മരക്കൾ ഉമ്മമാരെയും ബാപ്പാരെയും നോക്കിയതിന്റെ ആയത്തോയിസ് എല്ലാ ബാപ്പാർക്കും മറിപ്പറിയും, എല്ലാ ബാപ്പാർക്കും മറിപ്പറിയും. ഒരു ഉമ്മാനും ബാപ്പാരും നിർത്തിയുടെ ജോലി മരോളെ നോക്കിയതിന്റെ ആയത്തോയിസ് അറിയോ? എന്താ അറിയാത്തത്? ഈ ഖുർആനിൽ ഹദീസിൽ ഇതില്ലേ? ഉണ്ടല്ലോ. എന്താ അറിയാത്തത്? അതെന്താറിയാത്തത്? ബാക്കിയൊക്കെ അറിയോ? ഉമ്മാനും ബാപ്പാനും നോക്കിയുള്ള കൂലി അറിയില്ലേ? ഉമ്മാനും ബാപ്പാനോട് ധിക്കാരം കാണിച്ചാൽ ഹദീസ് അറിയില്ലേ? അറിയും. അവനാന്റെ മരുമക്കളോട് കരുണ കാണിച്ചാൽ ദീനിന്റെ നിലപാടെന്താണ്? നമ്മളെ വീട്ടിൽ ഒരു മരോള് വരികയാണ്, അവൾ ആദ്യമായിട്ടൊരു വീട്, പുതിയൊരു വീട് കാണുകയാണ്, ആശങ്കയാണ്, സങ്കടത്തിലാണ്. എന്താ അവിടെ നടക്കുന്നറിയാം? ഈ വീടിന്റെ കൾച്ചർ, ഈ വീടിന്റെ തമാശ, ഈ വീടിന്റെ ഗൗരവം, ഈ വീടിന്റെ ചൂട്, ഈ വീടിന്റെ തണുപ്പ്, ഈ വീടിന്റെ എഴുന്നേൽക്കൽ, ഈ വീടിന്റെ കിടത്തം, ഈ വീടിന്റെ ആസ്വാദനം, ഈ വീടിന്റെ ടൂറ്, ഈ വീടിന്റെ ഭക്ഷണം ഒക്കെ ആദ്യമായിട്ട് അനുഭവിക്കല്ലേ? ഒരു ചെടി ഇവിടുന്ന് പറിച്ചിട്ട് ഇതേ പറമ്പെന്ന് പള്ളിന്റെ ഇടത്തെ ഭാഗത്ത് പറിച്ചിട്ട് വലത്തെ ഭാഗത്ത് കൊണ്ടേ കുഴിച്ചിട്ടാൽ അതിനോട് നേരെ നിൽക്കണമെങ്കിൽ വെള്ളം പാർന്നിട്ടാൽ എത്ര ദിവസം പറഞ്ഞൊരു കർഷകനോട് വെച്ചറിയാം. ആദ്യത്തെ ഒരു 4-5 ദിവസം ഇങ്ങനെ നിൽക്കും. ഒരു ചെടി ഒരു മണ്ണിൽ കൊണ്ടേ കുഴിച്ചിട്ടാൽ. എന്നിട്ടാണ് 2 നാട്ട് കൊണ്ടിട്ട് നമ്മള് വേറെ സഹോദരിയെ കൊണ്ടുവന്ന് ആ കുട്ടിയോട്, ഉമ്മാരെ പാപ്പാരെ, ആ കുട്ടിയോട് നമ്മൾ സാരില്ല മോളെ, ഇന്റെ കുട്ടിയാണ്, അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ചെയ്യാം. അറിയാത്തത് ഉമ്മ ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കാം, വാപ്പ ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കാം, സാരില്ല, ഇന്റെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാക്ക് എന്തറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരു ഉമ്മാക്ക് കിട്ടാമെന്ന റഹ്മാൻ. ആ ഉമ്മാനോടും ബാപ്പാനോടും അല്ലാഹ് കരുണ കാണിക്കും. മരുമകളെ വിഷയത്തിൽ എന്റെ മോളെ എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ച് ഇമ്മിൻ ബാപ്പി പഠിപ്പിച്ചോളട്ടോ, സാറിലട്ടോ, നല്ല പോലാകാത്തോ എന്ന് പറഞ്ഞാൽ കാരുണ്യം കാണിക്കുന്നവരോട് അല്ലാഹു കാരുണ്യം കാണിക്കും. പ്രവാചകന്റെ വാക്ക് എന്തറിയോ? ടെൻഷനായി വരികയാണോര്, എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് അറിയാം. പ്രവാചകന്റെ വാക്ക് മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ടെൻഷനായി പ്രയാസത്തിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ എനിക്കൊന്ന് പറഞ്ഞുതരണം എന്ന പ്രയാസത്തിൽ നിൽക്കുന്ന ഒരാളോട് ഒരു മുഅ്മിനായ മനുഷ്യൻ, ബാപ്പിമ്മി, ഞാൻ മാട് പറയാൻ, മാരെ വാപ്പാരെ, മോളെ സാരല്ലോ, സ്വന്തം വീടായിട്ട് കരുതിയാ മതിട്ടോ, ബാപ്പിമ്മി ഞങ്ങൾ ഒരുമിച്ചാട്ടോ, മോൾക്ക് കഴിഞ്ഞ പോലെ ചെയ്തോളി, ഉമ്മി ബാപ്പയെ പറഞ്ഞുതരാട്ടോ, സാരല്ല, എന്തെങ്കിലും പറയാൻ പറ്റാ, അതൊന്നും സാരല്ല, നമ്മളെ കുട്ടീനല്ലേ എന്ന് പറയാൻ ശ്രമിച്ചാൽ, അങ്ങനെ ചേർത്ത് പിടിച്ചാൽ റസൂലുള്ളാഹിന്റെ വാക്കെന്തറിയോ? നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ നിൽക്കുന്ന, ചെയ്ത തെറ്റിന്റെ ഫലമായി വിയർപ്പിൽ നിൽക്കുന്ന, പൂർണ്ണ നഗ്നരും ചേലാകർമ്മം ചെയ്യാത്തവരുമായി അല്ലാഹുവിന്റെ മുന്നിൽ കണ്ണിന്റെ കിട്ടമണി കണ്ട നാളത്തിലേക്ക് എത്തുമാറ് ഭയചകിതനായി നിൽക്കുന്ന പരലോകത്തല്ല നമ്മളെ ഈ കുട്ടിയോട് നന്നായി പെരുമാറിയതിന്റെ പേരിൽ, അവൾക്ക് സഹായം ചെയ്തതിന്റെ പേരിൽ, വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിൽ അല്ലാഹു നമ്മളെയും നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് പടച്ചോട് നമ്മളെ കാക്കും. ഇത് നമ്മുടെ വീട്ടിലുണ്ടാകണം. ഖുതുബയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ വന്നാൽ ആ പെൺകുട്ടിയെ സ്വന്തം മകളായി സ്വീകരിച്ച് അനീതിയില്ലാതെ, വേർതിരിവില്ലാതെ, പണത്തിന്റെയോ വെളുപ്പിന്റെയോ അടിസ്ഥാനത്തിൽ മരുമക്കളെ വേർതിരിക്കാതെ എന്റെ കുട്ടിയെ ആ വീട്ടിൽ, അവളെ വിവാഹം കഴിപ്പിച്ച വീട്ടിൽ എന്തൊക്കെ കിട്ടണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ മകളോട് അവിടുത്തെ വാപ്പിമ്മിൻ എങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമക്കളോടും ഏറ്റവും നന്നായി പെരുമാറുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. മാതാപിതാക്കൾ പലപ്പോഴും എന്തുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ വീടുകളിൽ മരുമക്കളോട് ചിലപ്പോഴൊക്കെ ഉമ്മമാരിങ്ങനെ പെരുമാറണമെന്ന് വെച്ചാൽ കരുതിക്കൂട്ടിയാവൂല, ചില തെറ്റിദ്ധാരണകളാണ്. ആ തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ, ഒരു മകന് ഒരു ഉമ്മൻ ബാപ്യം വളർത്തി ഒരു അധീനത്തിൽ നമ്മൾ എത്തിക്കണ സമയം വരെ ആ കുട്ടിന്റെ എല്ലാ ഇഷ്ടവും ഉമ്മാക്ക കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ആ ആൺകുട്ടി സ്വന്തം കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരികയാണല്ലോ.
ആ കുട്ടിയോട് പെരുമാറുന്ന ഇഷ്ടങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ശൈത്വാൻ ഉമ്മാന്റെ മനസ്സിൽ ഉണ്ടാക്കും, എന്റെ കുട്ടി പിന്നെ പണ്ടത്തെ പോലെ ഇഷ്ടപ്പെടുന്നില്ലേ, സ്നേഹിക്കണില്ലേ. അപ്പൊ എന്തെയ്യും അറിയും. അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ ബാക്കി ശൈത്താൻ പറഞ്ഞു കൊടുക്കും. എന്ത്? ഓലധികം സംസാരിക്കണ സമയങ്ങൾ കുറച്ചാ മതി. അപ്പൊ എന്താ ചെയ്യണ്ടേ? അവൻ ശൈത്താൻ പറഞ്ഞു കൊടുക്കും. ഒരു രണ്ടാളും ഇങ്ങനെ വർത്താനം പറയാൻ റൂമൊക്കെ പോകുമ്പോ ഉമ്മ വന്നിട്ട് പറയും, എടാ അങ്ങാടിക്കൊന്ന് പോകട്ടെ ഇനി എന്നറിയും. അതുവരെ പറയില്ല. ശൈത്താൻ പറഞ്ഞു കൊടുക്കണാണ്. കാരണം ഒരിങ്ങനെ അധികം ഇരുന്ന ഉമ്മക്ക് സ്നേഹം കുറയോന്ന് ശൈത്താൻ തോന്നിപ്പിക്കാണ്, വേറൊന്നുമില്ല. ഓലിങ്ങനെ വാദം ഇങ്ങനെ കുറ്റിടുമ്പം മാറിയും മുട്ടുകാരന് വേദന ഉണ്ട്, കുഴമ്പെടുത്താവുന്ന ഒഴിഞ്ഞെന്നറിയും. 1.5 മണിക്കൂർ ഒഴിപ്പിക്കും. അപ്പോഴേക്കും അവിടെ ഉറങ്ങിക്കോളും, കഴിഞ്ഞിട്ട് ചെന്നാൽ മതി. വാതിലിങ്ങനെ മുകളിൽ ഓലിങ്ങനെ എന്തെങ്കിലും കടയിൽ നിന്ന് വന്ന് ഒന്ന് കുളിച്ച് 10 മിനിറ്റ് ഒന്ന് വർത്താനം പറയാൻ നേരത്ത് മനകുട്ടികൾ വന്ന ചെറിയൊരു കാര്യം പറയാണ്ടെന്ന് പറയും. ഈ സാധനം നമ്മുടെ വീട്ടിൽ ഉമ്മാരെ വാപ്പാരെ നടക്കണുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ടരാ, വീട് ദീനിലേക്ക് പോന്നിട്ട് പോലുമില്ല. ശൈത്താന്റെ കൺട്രോളാണ് വരാ, ശൈത്താന്റെ കൺട്രോളാണ് വരാ. നമ്മുടെ വീട് ഇപ്പോഴും അവിടെ തന്നെയാണെങ്കിൽ ഉമ്മാരെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. നിങ്ങളെ മകൻ എത്ര വിവാഹങ്ങൾ കഴിച്ചാലും അവന്റെ സ്വർഗം ഉമ്മയാണ്. അതിനൊരു തരിപ്പ് താഴത്തേക്ക് പോകൂല. പിന്നെ ഉമ്മാനോട് സ്നേഹം, ബാപ്പാനോട് സ്നേഹം, ഭാര്യനോട് സ്നേഹം, കുട്ടികളുടെ സ്നേഹം, ഇതൊക്കെ നാലും സ്നേഹമാണ്. അത് സ്വാഭാവികല്ലേ? അത് ഉൾക്കൊള്ളുമ്പോഴല്ലേ മാതാപിതാക്കളെ നമുക്ക് അല്ലാഹു നമ്മുടെ മക്കളിലൂടെ ഒരു കൺകുടുംബം നൽകുക, അപ്പോഴല്ലേ നല്ല പേരക്കുട്ടികൾ നൽകുക. ഇത് മനസ്സിലാക്കാതെ അവരൊന്നിച്ചു പോകുമ്പോഴേക്കും ഞങ്ങളൊന്നും കാലത്ത് ഇങ്ങനൊരു പോക്കില്ലേനി, ഞങ്ങളൊന്നും കാലത്ത് ഇങ്ങനൊരു ഭക്ഷണം ഇല്ലേനി, ഞങ്ങളൊന്നും കാലത്ത് മുഖത്തോട് മുഖം നോക്കിയിട്ടില്ലേനി. ഞാനിത് നിരാശപ്പെടുത്തല്ല പറയണേ. നമ്മളെ കുട്ടീന്റെ വിഷയത്തിൽ അങ്ങനെയാണ് നമ്മൾ പറയണത്. എന്റെ മൂത്ത പെൺകുട്ടിനെ എന്റെ മരവും വന്നിട്ട് ബൈക്കം എടുത്താണ്ട് ഇവിടുന്ന് കോഴിക്കോട് ബീച്ച് ഒന്ന് കണ്ടു വരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ എന്നാണ്ട് പണ്ടത്തെ മരുന്നല്ല ഇപ്പത്തെ മക്കള് വണ്ടി എടുത്താൽ പോകുന്നേ. ഞങ്ങളുടെ കാലത്തൊക്കെ കോഴിക്കോട് മാസത്തിൽ ഒരിക്കലാ കണ്ടിന്യൂ ഞാൻ പറയൂ ഇല്ലല്ലോ, പക്ഷെ ഞാൻ പറയണ്ടല്ലോ എന്റെ മരോടി കൊണ്ട് പോകുമ്പോ. അതെന്തിനാ കാരണം? അത് ഹൃദയം വെളുക്കാൻ കുറച്ച് ബാക്കിയുണ്ട്. അത് ഈമാന് കൊണ്ടേ വെളുപ്പിക്കാൻ കഴിയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു, പുതിയ കാലത്ത് ദമ്പതിമാർ തമ്മിൽ ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ കല്യാണം നടത്തിയിട്ട് കരയുന്ന കുടുംബത്തിനിടയിൽ അവനാന്റെ മകനും മരുമകളും ഒരു 10 മിനിറ്റ് ഇഷ്ടത്ത് സംസാരിക്കുമോ അതെങ്കിലും കണ്ടിട്ട് പടച്ചോനെ ബാക്കിയുള്ള കുടുംബത്തിലൊക്കെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തല്ലൂടുമ്പോ എന്റെ വീട്ടിൽ എന്റെ കുട്ടീന്റെ മരോടും നല്ലപോലെയാണല്ലോ റഹ്മാനെ എന്നെങ്കിലും പറയാനൊരു ഈമാൻ നമുക്ക് ഉണ്ടാണ്ട് മരന്മാര് അവർക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ നിങ്ങൾ കാരുണ്യം ചെയ്തതിന്റെ കൂലിട്ടൂലേ? നിങ്ങൾ അവരെ സ്നേഹിച്ചതിന്റെ കൂലി കിട്ടൂലേ? അവർ നന്നായി സംസാരിക്കുന്ന ഓരോന്നിന്റെയും കൂലി ഉമ്മാനെ വാപ്പാനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരൂലേ? അതിന് പകരം ഓലെങ്ങനെ മാറ്റിർത്തി വർത്താനം പറയാൻ പറ്റൂല, ഓർക്കൊന്നും ഉണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അവരകറ്റീന്റെ കുറ്റം നമുക്ക് കിട്ടൂലേ? ഇതെങ്ങനെ ഇതിന്റെ അപ്പുറം പറഞ്ഞു തരിക? ഇത് ഓരോ കുടുംബത്തിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ സംസാരിക്കുമ്പോ ഗൾഫിലൊക്കെ ഉള്ള, ഞാൻ പെട്ടെന്ന് പറയാം, ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ വിളിക്കും ബാപ്പാരന്മാരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കുത്തി പറയുകയോ ചെയ്യുന്ന വാക്കുകളൊന്നും മരുമക്കളെ പറ്റി പറയുന്നത് ആര് വിളിക്കുകയാണെങ്കിലും. ഒരു മകൾ നല്ലൊരു കുട്ടിയാണ്, ഡൈവേഴ്സായി ഗൾഫിൽ നിന്ന് നാട്ടിക്ക് കത്തയച്ചു, ഡൈവേഴ്സിന്റെ കത്തയച്ചു. 3 മാസം ഗൾഫ് പോയിട്ട് 3 മാസമേ ഉള്ളൂ. സംസാരിക്കുക പോലും ചെയ്യാതെ മതവിരുദ്ധമായി അവിടെ വിവാഹമോചനത്തിന് കത്തയച്ചു. എന്തറിയും? ഒന്നുമില്ല. ഫോൺ വിളിക്കും, ഉമ്മാക്ക് വിളിക്കും, അവസാനം വിളിക്കും, ഉമ്മ എന്താ ഓളെ കഥ, എന്താ എന്റെ കഥ, ഓളോട് തന്നെ ചോദിച്ചു നോക്കും. പിന്നെ പണ്ടത്തെ മാതിരിയൊന്നല്ലോ, ഫുൾ ടൈം ഫോണുമേലല്ലേ. ഒരു സംഗതിന്റെ മറുപടിയാണിത്, ഫുൾ ടൈം ഫോണുമേലാണ്. പിന്നെ ഞാന് ഉമ്മാക്ക് ഒരു കുട്ടിയോട് പറയുന്നതിന് പരിമിതി എന്നാലും പറയണം. പുതിയ കാലാക്കണ്യെ 11 മണിക്ക് 12 മണിക്ക് കോൾ ഓൺലൈനുണ്ട്. ഒരു ഭാര്യയുടെ ഒരു കുട്ടിയുടെ വിവരം ചോദിക്കുന്ന സ്വന്തം മകനോട് ഉമ്മ പറഞ്ഞ വാചകം. ആ കുട്ടി എന്താ അറിയോ? ഹാഫിളത്താണ്, ഹാഫിളത്ത്.
വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാക്കി ഹിഫ്ള് പൂർത്തിയാക്കാൻ ഇവിടുത്തെ ടൈം രാത്രി 9:30 മുതൽ 11 മണി വരെയാണ് ഓൺലൈൻ ക്ലാസ്. അറിയോ? ഇല്ല. പറയന്നെ ശ്രദ്ധിച്ചോണ്ടിട്ട മോനെ. എന്താണ് അങ്ങനെ വർത്താനം കിട്ടുന്നത്? ഒരു നന്മകൾ പറയണി. എന്തെങ്കിലും ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറഞ്ഞിട്ട്, ഒരു മനുഷ്യനെ തമ്മിൽ അകറ്റിയിട്ട്, സംശയം ഉണ്ടാക്കിയിട്ട് ഉമ്മാരെ വാപ്പാരെ എന്താ ഈ ദുനിയാവിൽ കിട്ടുന്നത്? അവനാന്റെ കുട്ടി കരഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് മറ്റൊരു വിവാഹം കഴിക്കാതെ കരയുമ്പോൾ ആ കണ്ണുനീരിന്റെ പരലോകത്തെ എന്താ പറയാ? എന്നിട്ട് വെറുതെ ഓരോ ചെറിയ കാര്യത്തിൽ എന്തൊക്കെയുണ്ട് ഉമ്മ വിശേഷം? അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് എന്റെ പെണ്ണുങ്ങളെ വിശേഷം? അൽഹംദുലില്ലാ, നല്ല കുട്ടിയാക്കെ. മനുഷ്യന് മരുഭൂമിയിൽ നിന്ന് മഴ പെയ്ത സുഖമായിരിക്കും. മഴ പെയ്ത സുഖം അത് കൊടുക്കാനുള്ള ഒരു വാപ്പിക്കായിട്ട് നമ്മളൊന്ന് നിശ്ചയിച്ച് ചെറിയ ചെറിയ കാര്യത്തിന് പിണക്കങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിൽ വലുതാക്കി ഉണ്ടാകരുത്. പപ്പാരന്മാരെ ഞാൻ ആക്ഷേപിക്കല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കണം. അല്ലാതെങ്കിലും പൊരുത്തപ്പെടിപ്പിക്കണം. കാരണം നമ്മൾ വഴി ഒരു കുടുംബം കരയ. ഓരോരുത്തരും ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നത് പഠിക്കണം. ഓരോരുത്തരോടും പറയണം, നമ്മളൊരു പെൺകുട്ടിനെ, നമ്മളൊക്കെ മക്കളായിരിക്കണം, പെൺകുട്ടിനെ ഒരു വിവാഹം കഴിപ്പിച്ചിങ്ങനെ പറഞ്ഞയച്ച് നമ്മളൊരു മാസം കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോ ആ കുട്ടികൾ ഓടി വന്നിട്ട് ഇപ്പൊ അൽഹംദുലില്ലാ ഇവിടെ സുഖാട്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി നമ്മൾ മറക്കുവോ? അന്നത്തെ രാത്രി മറക്കുവോ? അതിന് പകരം കയ്യിലെ പിടിച്ചിട്ട് എന്തൊക്കെയുണ്ട് ഇപ്പൊ അങ്ങനത്തെ നേരത്തെ വരാന് എന്റെ ഒന്നുമില്ല. പോരുമ്പോ നമ്മൾ പെണ്ണുങ്ങളും കൂടി നമ്മൾ കഴിക്കണം. മോൾക്ക് എന്തോ ഒരു പ്രയാസമുണ്ടല്ലേ? ഒരാഴ്ച നമ്മൾ ഉറങ്ങുമോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ആലോചിക്കും, നമ്മുടെ വാചകം കൊണ്ട്, നമ്മുടെ അനീതി കൊണ്ട്, നമ്മുടെ വേർതിരിവ് കൊണ്ട്, ഒരു പാത്രം വീണാനുള്ള കുറ്റം കൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് വൈകി എഴുന്നേൽക്കുന്നു വരുമ്പോഴേക്കും അന്റെ വീട്ടിൽ ളുഹ്റാനെ സുബൈ, അന്റെ കയ്യിൽ ഉച്ചക്കാല പ്രഭാത ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അപഹരിക്കുമ്പോ എത്ര മനുഷ്യരുടെ ശാപപ്രാർത്ഥനകൾ അറിയാതെ, എത്ര മനുഷ്യരുടെ നൊമ്പര പ്രാർത്ഥനകൾ, എത്ര റൂമിൽ നിന്നുള്ള കണ്ണുനീരുന്ന ദുആകൾ നമുക്കെതിരെ തിരിയുന്നുണ്ടാവും. ഇതൊക്കെ എവിടുക്കാൻ നമ്മൾ കൊണ്ടുപോകാറുണ്ട്? ഇത് നമ്മുടെ മനസ്സിലുണ്ടാണ്. ഉമ്മാരെ ആരൊക്കെ വേർതിരിച്ചു വെച്ചാലും അനുഭവം എന്താ അറിയോ? തള്ളിപ്പറഞ്ഞ മരുമകളെ നോക്കാണ്ടായിട്ടുള്ളൂ. എഴുതി വെച്ചോളി. ആക്ഷേപിച്ചവൾ, മെലിഞ്ഞവൾ, കുറുകിയവൾ, ഒന്നിനും പറ്റാത്തവൾ എന്തിനായി പെരയിക്ക് വന്നത്? കെട്ടിക്കുടുങ്ങിയെന്ന് പറഞ്ഞവരില്ലേ? അവരെ നിങ്ങൾ ടൈലിൽ കാലിൽ സിപ്പായി ടൈലിൽ തലയടിച്ച് വീഴുമ്പോ താങ്ങാനും, അരക്കെട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിലും വീട്ടിലും 4 മാസം കിടക്കുമ്പോൾ വീട്ടിൽ പോകാതെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നടത്താനും, കയ്യിന് എന്തെങ്കിലും പ്രയാസം വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ കൈകളിൽ ഭക്ഷണങ്ങൾ ഉരുട്ടി വായിലേക്ക് വെച്ച് തരാനും, നിങ്ങളുടെ മരുന്നുകൾ ടൈം ടേബിൾ പ്രകാരം വെച്ചു തരാനും, പാപ്പാരെ നിങ്ങളെ കൈപിടിച്ച് നടക്കാൻ വേണ്ടി സഹായിക്കാനും നമ്മുടെ കൂടെ ഉണ്ടാകാറുള്ളത് നമ്മൾ ആക്ഷേപിച്ച മരുമക്കളാണ്. നോക്കാനും സഹായിക്കാനും സ്നേഹിക്കാനും അവരെ ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്ന തീരുമാനത്തിൽ നമുക്ക് സ്വർഗം കിട്ടണം, ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടു കൂടി വിട പറയണം. അതിന് നമ്മുടെ വീട്ടിലെ സ്വഭാവങ്ങൾ ഇസ്ലാമികമാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും